എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ബാഴ്സലോണ സാവിനെ സാക്ക് ചെയ്തൊരു ന്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിനാണ് സാവിക്ക് ആ ഒരു സാക്ക് കിട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോകാൻ നിന്ന സാവിനെ ഇങ്ങോട്ട് പിടിച്ചെത്തിക്കാണ്ട് ഈ അല്ലെങ്കിൽ പൊയ്ക്കൊന്ന് പറഞ്ഞ ആ ഒരു രീതിക്ക് ആക്കിയത് ലപ്പോട്ട എന്തിനു വേണ്ടിയാണ് ബാഴ്സ അത് ചെയ്തത് എന്നുള്ളത് ഇന്നത്തോടു കൂടി തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം റൂമറും കാര്യങ്ങളൊക്കെ വന്നതിനനുസരിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ റിപ്പോർട്ടോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതായത് 2020 നമുക്കറിയാം, ആ ഒരു സീസണിൽ ബയേൺ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് PSG ഒക്കെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൻസി ഫ്ലിക്കിന്റെ അണ്ടറിലാണ്. അതിൽ തന്നെ നമുക്ക് ഒരു ഐക്കോണിക് ബയന്റെ ചരിത്രത്തിൽ തന്നെ അവരാരും മറക്കാത്ത, അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസ് ആരും മറക്കാത്ത, ബാഴ്സ ഫാൻസ് ആരും മറക്കാത്ത അത്രയും വലിയൊരു മാനക്കേട് ഉണ്ടാക്കിയ, ബാഴ്സക്ക് അത്രയും വലിയൊരു മാനക്കേട് ഉണ്ടാക്കിയ തോൽവി സമ്മാനിച്ച മാനേജറാണ് ഹൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത്. ബയണിന് വെച്ച് 8-2 എന്നുള്ള സ്കോറിന് അപ്പോൾ അഗ്രിഗേറ്റ് അല്ല, ടോട്ടൽ 8-2. അന്ന് ആ ഒരു കോവിഡിന്റെ സാഹചര്യം ആയതുകൊണ്ട് 1 ലെഗ്ഡ് ക്വാർട്ടർ ഫൈനലായിരുന്നു. എല്ലാം ഒരു കളി ഉണ്ടാവുള്ളായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അപ്പോൾ അന്ന് കുറേയധികം ടീമിന് ഈ ഒരു ബയന്റെ കയ്യിൽ നിന്ന് കൊട്ട് കിട്ടിയിട്ടുണ്ട്. കുറെ പ്രീമിയർ ലീഗ് ക്ലബ്സിനൊക്കെ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു ആഴ്സണൽ, ചെൽസി, ബാഴ്സ ഇതൊക്കെ ഈ ഒരു ബയന്റെ അക്രമത്തിന് ഇരയായിട്ടുള്ളതാണ്. ആ ഇയറിൽ ബയന്റെ ഫോം എന്ന് പറയുന്നത് അജാദി ഫോമായിരുന്നു. അതുപോലെ തന്നെ ലെവൻഡോസ്കിന്റെ ആ ഒരു ഫോമും എടുത്തു പറയേണ്ട സംഭവം തന്നെയായിരുന്നു. ആ ഒരു സീസണിൽ ബാലൻഡിയർ ലെവൻഡോസ്കി കിട്ടേണ്ടായിരുന്നു, പക്ഷേ ആ ഒരു സീസണിൽ എന്തുകൊണ്ടോ നൽകിയില്ല. ഇപ്പം അത് ഈ ഒരു സീസണിൽ 2020 ബാലൻഡിയർ വിന്നർ ആയതുകൊണ്ട് ലെവൻഡോസ്കിക്ക് ആ ഒരു ബാലൻഡിയർ കൊടുക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, ബയണിൽ വെച്ച് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു മാനേജറാണ്. അതിനുശേഷം നമുക്കറിയാം ജൂലിയൻ നഗൽസ്മാൻ ആയിരുന്നു ബയന്റെ മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലിക്കിന് സാക്ക് ചെയ്തുകൊണ്ടാണ് ജൂലിയൻ നഗൽസ്മാനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലിക്കിന്റെ അണ്ടറിൽ പിന്നെ അടുത്ത സീസണിൽ കുറച്ച് ഡൗൺ ആകണം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു മാനേജറിനെ മാറ്റിയത്, ഈ ഒരു ബയണ്. അതിനുശേഷം ഫ്ലിക്കിന്റെ ജോബ് എന്ന് പറയുന്നത് ജർമ്മൻ നാഷണൽ ടീമിലാണ്. ജർമ്മൻ നാഷണൽ ടീമിൽ നിന്നും ഒരു ഫ്ലിക്കിന്റെ അണ്ടറിൽ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ, വേൾഡ് കപ്പിലൊന്നും നല്ല രീതിയിൽ ജർമ്മനി കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് കടക്കാൻ കഴിയാത്തതെന്ന് തന്നെയാണ് ഈ പറയാം. അങ്ങനത്തെ ഒരു അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ള ഒരു ടീമിനെ ഫ്ലിക്കിന് ആ ഒരു വേൾഡ് കപ്പിൽ ജർമ്മൻ ടീമിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു ജോബാണ് വീണ്ടും അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിക്ക് വീണ്ടും ഒരു ക്ലബിനെ ഏറ്റെടുക്കുന്നത് ബയണിന് ശേഷം ഇപ്പോൾ ബാസിയാണ്. അപ്പോൾ ബാസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാസക്കും ഇതേപോലെ തന്നെയാണ്. അല്ലെങ്കിൽ ബാസ ഏകദേശം അവസാനമായിട്ട് ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തിട്ടുള്ളത് 2015-ലാണ്. അതിനുശേഷം ലാലിഗയൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലത്തെ ലാലിഗ വിന്നറാണ്. അതായത് ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ ബാസ തന്നെയായിരുന്നു. അപ്പോൾ സാവിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ സീസണിൽ ബാസ ലാലിഗയൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സീസണിൽ ഈ ഒരു സാവിൻ്റെ അണ്ടറിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബാസി ഈ ഒരു സീസണിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് ഈ ഒരു ട്രോഫികളൊക്കെ ലാലിഗ നിലനിർത്താനൊക്കെ ബാസിക്ക് കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിലയിരുത്തുകൾക്കൊക്കെ ഓപ്പോസിറ്റ് ആയിക്കൊണ്ടായിരുന്നു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ബാസിന്റെ കയ്യിൽ നിന്നൊക്കെ പോണ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. ബാസിന്റെ ഡിഫൻസ് ഒക്കെ കഴിഞ്ഞ സീസണിൽ എത്രത്തോളം മാരകമായിരുന്നു നമുക്കറിയാം. പക്ഷേ ഈ ഒരു സീസണത്തെ ബാസിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് ജോക്കറാണ്. അത്രത്തോളം ഒരു പുറകോട്ട് ബാസ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാസനെ ഈ ഒരു നമുക്കറിയാം, ഒരു ഏകദേശം ഫെബ്രുവരി മാസത്തിലൊക്കെ സാവി വന്നുങ്ങാണ്ട് ഒരു അനൗൺസ് ചെയ്തതാണ് ഞാൻ ഈ ഒരു സീസണിൻ്റെ എൻഡോട് കൂടി ബാസ വിടും എന്നുള്ളത്. അതിനുശേഷം ഈ ഒരു 2-3 വീക്കിന് മുന്നെയാണ് ഈ ഒരു സാവി സ്റ്റേ ചെയ്യുന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാവിനെ സ്റ്റേ ചെയ്യിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാസന്റെ മാനേജ്മെന്റ് തന്നെയാണ്. ഈ ഒരു ബാസന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഈ ഒരു സാവിനെ എടുത്ത് പുറത്തിട്ടതും. അപ്പം ഇത്രയൊന്നും പണിയില്ലല്ലോ. വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് പോകാൻ നിൽക്കുന്ന മനസ്സിലല്ലേ, മൂപ്പര് ഇറങ്ങി പോകില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഒരു ലെജൻഡിനെ ഇങ്ങനെ പറഞ്ഞു വിടുക ഇതിപ്പോ ഒരു ബാസന്റെ ഒരു ശീലാണ്. ഇതിപ്പോ കുറെ പ്ലേയേഴ്സിന് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ആ ഒരു സുവാഴ്സിനാണെന്നുണ്ടെങ്കിലും മെസ്സിക്കാണെന്നുണ്ടെങ്കിലും നെയ്മറിനാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ തന്നെയാണ് ബാസിൽ നിന്ന് ലെഫ്റ്റ് ആകുമ്പോൾ ആ ഒരു
ബാസ ക്ലബ്ബ് നൽകിയിട്ടുണ്ടായത് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അങ്ങനത്തെ ഒരു ഇപ്പോൾ യുവതാരമായിട്ടുള്ള വിക്ടർ ഒക്കെ കഴിഞ്ഞ ജനുവരിയിലാണ് ബാസിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു താരത്തിന് ഇപ്പോൾ ഏകദേശമൊക്കെ ഈ ക്ലബ്ബായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്താൻ താല്പര്യം എന്നില്ലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ഹൻസി ഫ്ലിക്ക് ബാസിൽ സക്സസ് ആകും, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ ശൈലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ നല്ലൊരു അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കാൻ ഹൻസി ഫ്ലിക്കിന് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ബാസൻ്റെ ഇപ്പോഴത്തെ സ്കോഡ് വെച്ച് കഴിയുമെന്നുള്ളത് അറിയില്ല. പിന്നെ ബാസിനെ സംബന്ധിച്ചിടത്തോളം കുറേ ലിമിറ്റുകൾ ബാസിൻ്റെ മാനേജ്മെൻറ്റ് വെക്കും. കാരണം അധികം ക്യാഷ് ബാസിൻ്റെ കയ്യിൽ ഇറക്കാറില്ല. അപ്പോൾ ഇവിടെ എല്ലാ പ്ലേയേഴ്സിനെ കൊണ്ട് തന്നെ ഇങ്ങനെ മാക്സിമം അവരുടെ ഔട്ട് എടുക്കുക എന്നുള്ളതാവും ഹൻസി ഫ്ലിക്ക് ശ്രമിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹൻസി ഫ്ലിക്കിന് വിജയിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാസയിൽ ഹൻസി ഫ്ലിക്ക് ക്ലിക്കാകാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തേക്കാം. ഓക്കെ.